ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമിയുടെ മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും മിലിറ്ററി നഴ്സിംഗ് സർവീസ് റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി www.joinindianarmy.nic.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 31 മെയ് 2022 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് ബട്ടനെ അപേക്ഷിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇതാണ് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റിൻ്റെ താഴേക്ക് വരുമ്പോൾ ഓഫീസർ എൻട്രി എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ 2 സെക്ഷൻസാണ് വന്നിരിക്കുന്നത്. ഒന്ന് രജിസ്ട്രേഷനും അതുപോലെ തന്നെ ലോഗിനും. അപ്പോൾ ഈ ഒരു ഓഫീസേഴ്സ് എൻട്രി സെക്ഷനിൽ അക്കൗണ്ട് ഉള്ളവർ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിൽ ലോഗിൻ ചെയ്ത് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് ഇല്ലാത്തവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം മാത്രമായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുശേഷം ആ ഒരു അക്കൗണ്ടിലൂടെ എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് നോക്കാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്ന ആധാർ കാർഡ് ഉണ്ടോ എന്നാണ്. അപ്പോൾ ആധാർ കാർഡ് ഉള്ളവർ ആധാർ കാർഡിന് അതിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്ന കാൻഡിഡേറ്റ്സ് നെയിമാണ്. അപ്പോൾ നിങ്ങളുടെ നെയിം 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എപ്രകാരമാണ് ആ ഒരു നെയിം കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. ഇനി അടുത്ത മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്ന ഫാദേഴ്സ് നെയിമാണ്. അപ്പോൾ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കുക. ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് അല്ലെങ്കിൽ മൊബൈലിലേക്ക് OTP വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പറൊക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് തൊട്ട് താഴെ ഒരു ഡിക്ലറേഷൻ ഫോം കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ നിന്ന് ജസ്റ്റ് ടിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് തൊട്ട് താഴെ തന്നെ കാണാൻ സാധിക്കുന്നതാണ് സബ്മിറ്റ് എന്ന്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊടുത്തിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു OTP ലഭിക്കുന്നതാണ്. ആ ഒരു OTP എൻ്റർ ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ചെക്ക് ചെയ്യുക. ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് വന്നിട്ടുള്ള മെയിലിൽ ഒരു OTP ഉണ്ടായിരിക്കുന്നതാണ്. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ തന്നെ നിങ്ങളുടെ ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ആദ്യം ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നെയിമും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ വരുന്നതാണ്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ജെൻഡറാണ്. അപ്പോൾ നിങ്ങളുടെ ജെൻഡർ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ മാരേജിൽ സ്റ്റാറ്റസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം സെലക്ട് ചെയ്യുക. അതായത് മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇതും ഫില്ല് ചെയ്യുക.
അതിനുശേഷം ഓപ്പോസിറ്റായിട്ട് കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ഫില്ല് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ID തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ ഒരു ഡിക്ലറേഷൻ ഫോം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തെടുക്കുക. ഈ ഒരു ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്താൽ മാത്രം ആ ഒരു ഇതിൽ ടിക്ക് ചെയ്താൽ മതി. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ഒരു സീക്രട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സീക്രട്ട് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ആൻസർ ചെയ്യുക. അപ്പോൾ ഇത് ജസ്റ്റ് കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. ഇനി അടുത്തതായിട്ട് താഴെ ചോദിച്ചിരിക്കുന്ന എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക. ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന 10ാം ക്ലാസ്സിലെ ബോർഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്ന 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നമ്പർ തീർച്ചയായിട്ടും അവിടെ എൻ്റർ ചെയ്യുക. ഇനി അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന 10ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്യുക. ഇനി അടുത്ത നാലാമതായിട്ട് ചോദിച്ചിരിക്കുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ നമ്മുടെ മാക്സിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ ആ ഒരു കാര്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അപ്പിയർഡ് ആണോ അതോ പാസ്ഡ് ആണോ? അപ്പിയർഡ് മീൻസ് നമ്മൾ പഠിക്കുവാണെങ്കിൽ അപ്പിയർഡ് കൊടുക്കുക, പഠിച്ച് കഴിഞ്ഞിട്ടാണ് എങ്കിൽ പാസ്ഡ് കൊടുക്കുക. ഇനി അടുത്ത താഴെ ചോദിച്ചിരിക്കുന്ന ഡേറ്റ് ഓഫ് എൻറോൾമെൻ്റ് ആണ്. അതായത് സർവീസിങ്, ആർമി, നേവിയിൽ, എയർഫോഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ നോർമലായിട്ടുള്ള കാൻഡിഡേറ്റ്സ് അതൊന്നും ഫില്ല് ചെയ്യേണ്ടതില്ല. ഇത്രയും കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൽ ഫില്ല് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് വരുന്നത് പാസ്വേഡ് റിക്വയർമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് യൂസർ നെയിം. അപ്പോൾ നമ്മുടെ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ ഇമെയിൽ ID തന്നെ, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. നമുക്ക് ചേഞ്ച് ചെയ്യാനോ മറ്റു കാര്യങ്ങളൊന്നും സാധിക്കുന്നതല്ല. ഇനി അടുത്ത രണ്ടാമതായിട്ട് അതിൽ വരുന്നത് പാസ്വേഡ് ആണ്. അപ്പോൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള പാസ്വേഡ് തന്നെ അവിടെ ഒരു എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു പാസ്വേഡ് തന്നെ തൊട്ട് താഴെ കൺഫേം ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു പാസ്വേഡ് തന്നെ തൊട്ട് താഴെയും എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ തന്നെ ഒരു ക്യാപ്ചർ കോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ചർ കോഡ് അവിടെ എൻ്റർ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണോ ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും കറസ്പോണ്ടൻറ്റ് അഡ്രസ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് അഡ്രസ്സും സെയിം ആണ് എങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ് എന്ന്. സോ അതിൽ നിന്ന് ജസ്റ്റ് ടിക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം നിങ്ങൾ പെർമനൻറ്റ് അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന അഡ്രസ്സ്, സിറ്റി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, പിന്നെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കറസ്പോണ്ടൻസ് അഡ്രസ്സ് വ്യത്യസ്തമായിട്ടുള്ളവർ തീർച്ചയായിട്ടും തൊട്ടപ്പുറത്തെ കോളത്തിൽ തന്നെ ഈ ഒരു കാര്യങ്ങൾ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് ഇടത്തെ സൈഡിൽ അപ്ലൈ ഓൺലൈൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഈ ഒരു സെക്ഷൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് BSc നഴ്സിംഗ് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള പ്രൊഫൈൽ നിങ്ങൾക്ക് എലിജിബിൾ ആണ് എങ്കിൽ മാത്രമായിരിക്കും ഇങ്ങനെ കാണാൻ സാധിക്കുകയുള്ളൂ. എലിജിബിൾ അല്ല എങ്കിൽ ഇങ്ങനെ കാണാൻ സാധിക്കുന്നതല്ല. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിനായിട്ട് വലത്തെ സൈഡിൽ അപ്ലൈ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം വായിച്ച് നോക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ കണ്ടിന്യൂ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇവിടെ ആദ്യമേ പേഴ്സണൽ ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് കൃക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും കറസ്പോണ്ടൻ്റ് അഡ്രസ്സും ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. സെയിം ആണ് എങ്കിൽ ആ സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആദ്യം എൻ്റർ ചെയ്യേണ്ടത് +2 ഡീറ്റെയിൽസ് ആണ്. ഇവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, ബയോളജി
തുടങ്ങിയ സബ്ജക്റ്റുകൾക്ക് എത്ര മാർക്കിനായിരുന്നു ടോട്ടൽ എക്സാമിനേഷൻ, അതിൽ എത്ര മാർക്ക് ലഭിച്ചു, അതിൻ്റെ എല്ലാം കറക്റ്റ് ഡീറ്റെയിൽസ് ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ കാൽക്കുലേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ തൊട്ട് താഴെ അഗ്രിഗേറ്റ് പെർസെൻറ്റേജ് കാണിക്കുന്നതാണ്. അതിനുശേഷം വലത്തേ സൈഡിലായിട്ട് എഡ്യൂക്കേഷൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ ഫിൽ ചെയ്യേണ്ടതാണ്. ഇതിൽ ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് കാസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങളുടെ കാസ്റ്റ് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ അതിനുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ 10ാം ക്ലാസ് ഏതൊരു വർഷമാണ് പാസ്സായിരിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാസ്സായ വർഷം ആ ഒരു കോളത്തിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് +2 ഏതൊരു വർഷമാണ് പാസ്സായിരിക്കുന്നതെന്നാണ്. അപ്പോൾ അത് അവിടെ എഴുതുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ കൊടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് നീറ്റിൻ്റെ റോൾ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നീറ്റിന് അപ്ലൈ ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ള റോൾ നമ്പർ ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ ഡിപ്പെൻഡൻറ്റ് സർട്ടിഫിക്കറ്റ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ ഉള്ളവർ മാത്രം ചെയ്താൽ മതി, നിർബന്ധമായിട്ട് വരുന്നില്ല. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ എസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രിവ്യൂ നിങ്ങൾ വായിച്ച് നോക്കേണ്ടതാണ്. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കുന്നതാണ്. തെറ്റൊന്നുമില്ല എങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സബ്മിറ്റ് നൗ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ എസ് എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്കുള്ള ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി സബ്മിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് തന്നെ ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും എടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്കുള്ള ആപ്ലിക്കേഷൻ അയക്കേണ്ട രീതി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.